നമ്മുടെ കേൾവിയും നമ്മുടെ ധ്യാനവും എല്ലാം ദൈവത്തിന് ഹിതകരമായി തീരണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പങ്കെടുക്കാം. ആത്മീയ ജീവിതത്തിൽ നമുക്ക് നമ്മെപ്പറ്റിയുള്ള നല്ല ഒരു അവബോധം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമുക്ക് ഒത്തിരി ഈ സഭാപരമായിട്ടുള്ള റിലീജിയസ് റിച്വൽസൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. അത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊത്തിരി റിച്വലിസ്റ്റിക്കാണ്. പ്രത്യേകിച്ച് അപ്പസ്തോലിക് ചർച്ചസ് ഒത്തിരി റിച്വൽസ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായി എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സ് ഏത് കാര്യത്തിൽ ശ്രദ്ധയിലെത്തണം, അതിൽ നിന്ന് നമ്മൾ പിന്മാറാതെ ആ കാര്യത്തിന് വേണ്ടി ശക്തമായി നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യണം, ആ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. പൗലോസ്ലീഹ ഈ ജഡിക മനുഷ്യനെ ആത്മീയ മനുഷ്യനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നു. റോമാലേഖനത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പം ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നമുക്ക് എന്താണ് മനസ്സ്? നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം എന്നൊക്കെ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം. മനസ്സ്, വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മനസ്സെന്ന് പറഞ്ഞത് എന്താണ്? അതിന് ബുദ്ധിമുട്ടാണ് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ. പക്ഷേ ഈ ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ഈ മനസ്സെന്ന് പറയുന്നതിനെ രൂപാന്തരപ്പെടുത്താൻ എപ്പോഴും ശ്രമിക്കണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇത് സങ്കീർണമായ ഒന്നാണ്. പല വാക്കുകൾ ഈ മനസ്സിനെ പറ്റി ഈ സൈക്കോളജിസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. കോൺഷ്യസ്നെസ്, ഒരു അവബോധം എന്നൊക്കെ അതിനെ പറയാറുണ്ട്. ചുറ്റുപാടുകളെ പറ്റിയുള്ള അറിവ്, ചിന്തകൾ, ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ നമ്മുടെ വികാരങ്ങളെ അറിയുവാനും അത് നിയന്ത്രിക്കുവാനൊക്കെ ഉള്ള കഴിവ്, ചിന്തിക്കുവാനുള്ള കഴിവ്, പലതും നമ്മുടെ എക്സ്റ്റേണൽ സെൻസസ് ഉപയോഗിച്ച് അറിയാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്, അതിൻ്റെ പോംവഴികൾ എന്താണ്, തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, സന്തോഷം, ദുഃഖം, ഭയം, ആനന്ദം, ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അതിനെ ഏത് രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്, പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെ നമുക്കെങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് നമുക്കതിനെ ഫലപ്രദമാക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന അറിവുകൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, അതുപോലെ തന്നെ ഈ കണ്ടതും കേട്ടതുമൊക്കെ എങ്ങനെ ഒരു ഓർമ്മശക്തി നിലനിർത്തണം, അനുഭവങ്ങൾ എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായി സാധിക്കും, തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇത് മനസ്സിനെ ചിത്രീകരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ. എന്നാൽ ക്രിസ്തീയ സഭകളിലും വേദപുസ്തകവും പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം എന്നുള്ളതാണ്. ദേഹവും ദേഹിയും ആത്മാവും എന്ന് പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേഹം, ദേഹി, ആത്മാവ്. അപ്പം ഈ മനസ്സെന്ന് പറയുന്നത് ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇറ്റ്സ് റിലേറ്റഡ് ടു ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ വേദപുസ്തകം പഠിപ്പിക്കാനനുസരിച്ച് ന്യായാന്യായങ്ങളെ നമുക്ക് പരിശോധിക്കാനുള്ള കഴിവ്, ധാർമ്മികമായ ബോധം, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ്, ചെയ്യണം ചെയ്യരുത് നമ്മളെ ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന പോലെ. അതുപോലെ തന്നെ മോറൽ ജഡ്ജ്മെൻറ്റ്, നമുക്കറിയാം നിയമങ്ങൾ അനുസരിച്ചാണല്ലോ നമ്മൾ ഈ ധാർമ്മികതയെ നമ്മൾ അളക്കുന്നത്.
അതുകൊണ്ട് നമുക്കറിയാം ഇന്നത് ചെയ്താൽ കുറ്റം കിട്ടും, നമുക്കൊക്കെ അറിയാം. അതൊക്കെ നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഓർപ്പിക്കുന്നത് സ്പിരിച്വാലിറ്റി, ആത്മീയതയും ലൗകികതയും തമ്മിൽ അതിനെ വ്യത്യാസപ്പെടുത്തുന്നതും ദൈവത്തെങ്കിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ സഹായിക്കുന്നതും മനസ്സാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ദൈവവചനം വായിക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവ് നമുക്ക് നൽകുന്നതും ദൈവവചനം മനസ്സിലാക്കാൻ, ചുറ്റുമുള്ള ലോകത്തെ ഗ്രഹിക്കുവാൻ ഇതൊക്കെ നൽകുന്ന മനസ്സാണ് എന്നാണ്. ഭാരതീയ ചിന്ത അനുസരിച്ച് പറയുന്നത് മനസ്സെന്ന് പറഞ്ഞൊരു സൂക്ഷ്മ ശരീരമായിട്ടൊക്കെ അവർ അതിനെ പഠിപ്പിക്കുന്നു. സൂക്ഷ്മ ശരീരമായിട്ട് മനസ്സിന് തന്നെ പല സ്റ്റേറ്റസ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേജസ് എന്നല്ല, സ്റ്റേറ്റസ്, പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിൽ മനുഷ്യന് വരാറുണ്ട്. അതായത് ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഇനേർട്ടായിട്ടുള്ള ഒരു ആക്റ്റീവല്ല. അപ്പം കർത്താവിന് പറയുന്നുള്ളൂ, നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പോയാൽ അത് ഭയങ്കരമായിരിക്കും. ഉള്ളിലെ വെളിച്ചം എന്ന് കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സുമായിട്ടൊക്കെ നമുക്ക് ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമതെ ഈ മനസ്സ് പലപ്പോഴും ഈ ഭയങ്കര അന്ധകാരമയമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ പോലെ യാതൊരു പ്രവൃത്തിയും ഇല്ലാത്ത ഇനാക്റ്റീവായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു പോകും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ. രണ്ടാമത്തെ മനസ്സുള്ളവരെ പറ്റി പറയുന്നത് അവർ ആക്റ്റീവ് ആൻഡ് വളരെ പാഷനേറ്റ് ആയിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളോട് അവർക്ക് ഭയങ്കര പാഷൻ ഉണ്ടാവും, ഭയങ്കര ആക്റ്റീവായിരിക്കും അവർ. അത് മനസ്സിൻ്റെ ഒരു സ്ഥിതിയാണ്. മൂന്നാമത്തെ ആൾക്കാർ പറയുന്നത് അവരെ ഈ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഈ പ്യൂരിറ്റി, ഹോളിനെസ്, അതുപോലെ തന്നെ ജീവിതത്തിലൊരു ബാലൻസ്, ഒരു സന്തുലിതമായ അവസ്ഥ ക്രമീകരിച്ച് പോകാൻ അവർക്ക് ഭയങ്കരമായ ശക്തി ലഭിക്കുക. അതൊക്കെ മനസ്സിൻ്റെ വിവിധമായ സ്ഥിതിവിശേഷങ്ങളാണെന്ന് പറഞ്ഞു. ഈ നിങ്ങൾ കേട്ട് കാണുക, അടുത്ത കാലത്തെ ഈ ട്രിവാൻഡ്രം ഈ മെൻ്റൽ ഹോസ്പിറ്റലിലെ ദീർഘകാലം ജോലി ചെയ്തൊരു ഡോക്ടർ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞങ്ങൾ കേൾക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ വലിയ വലിയ പഠിത്തക്കാരും വലിയ വലിയ മനുഷ്യരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു, ഭയങ്കര സമ്പന്നരുമായിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞത് മനസ്സ് കൈവിട്ടു പോയാൽ മനുഷ്യൻ സീറോയാണ്. അപ്പോൾ നമ്മളെ ഈ വിശ്വാസത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലെ ചുമതലകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ചുമതലകൾ നമ്മളിങ്ങനെ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മനസ്സാണ്. അപ്പം ആ മനസ്സ് രൂപാന്തരപ്പെട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉണർവുണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിനകത്തിൽ ഈ മനസ്സിനെ എൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരു 5-6 കാര്യങ്ങൾ പറയുന്നുണ്ടോ. ഒന്ന് ഡിസയേഴ്സ്, ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ആകാം. അമിതമായ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ദേഷ്യം, ആങ്കർ, ഗ്രീഡ്, ദ്രവ്യാഗ്രഹം, ദുരാഗ്രഹം, അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലോകത്തോടുള്ള ഒരു അഫിനിറ്റി. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഭോഗപ്രിയന്മാർ, എല്ലാം കൺസ്യൂം ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന, അതാണ് ലോകത്തിൻ്റെ ഒരു നേച്ചർ. അതുപോലെ തന്നെയാണ് അഹങ്കാരം, പ്രൈഡ്, അതുപോലെ തന്നെയാണ് ജലസി, അസൂയ. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഈ മനസ്സിന് എഗൻസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഐസക് ഓഫ് സിറിയ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ പിതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെയധികം ഫലപ്രദമാണ് നമ്മുടെ ആത്മീയ ജീവിതം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൃദയം മനസ്സിൻ്റെ ഇടമാണ്. ഇഹലോകത്തിലെ കാര്യങ്ങൾ ഈ ഹൃദയത്തിലേക്ക് വന്നിട്ട് ഹൃദയത്തെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മനസ്സ് ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും, പുറത്തേക്ക് ഇറങ്ങിപ്പോവും. വീണ്ടും അത് ആ ഹൃദയത്തിലെ ആ ഡിസ്ട്രാക്ഷൻസ്, ആ അസ്വസ്ഥതകളെല്ലാം മാറ്റി സ്വസ്ഥമാക്കുമ്പോൾ മനസ്സ് വീണ്ടും ഹൃദയത്തിലേക്ക് വരുമെന്ന് പറയും. അപ്പം നമ്മൾ ഓർക്കണം,
ഈ ആന്തരിക സൗഖ്യം, ഒരു ഇന്നർ ഹീലിംഗ്. അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞൊരു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല. അപ്പം സത്യത്തിൽ ഈ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, 10-20 പേരേ ഉള്ളൂ. നമ്മളിൽ എത്ര പേർക്ക് ഹൃദയത്തിലൊരു ശാന്തത ലഭിക്കുന്നുണ്ട്? അല്ലെങ്കിൽ കാര്യങ്ങളെ വളരെ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെ എത്രമാത്രം ശാന്തമായി കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? ഇത് നമ്മൾ ശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയുള്ളവരാണ് ദൈവം രൂപപ്പെടുത്തിയ മനസ്സുള്ളവർ. നമുക്ക് എത്ര പേർക്ക് അത് സാധിക്കാൻ? അതോ നമ്മൾ ഈ പറയില്ലേ, മാർത്തേ നീ ഇതിനെപ്പറ്റിയെല്ലാം, ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി നീ ഇങ്ങനെ കണ്ടമാനം ദുഃഖിതയായിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മനസ്സ് കണ്ടമാനം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ഈ വേദഭാഗത്തിലൂടെ ഒന്ന് പെട്ടെന്ന് ഒരു 6-7 വാക്യങ്ങളുണ്ട്, പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ച് ധ്യാനിച്ച് പോകാനായി സാധിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിച്ച് ഇത് തന്നെയാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഡു നോട്ട് കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഗോഡ്സ് വിൽ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ ദൈവഹിതം അറിയാനായി സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര പൊട്ടൻഷ്യാലിറ്റി ഉള്ളതാണ് ഈ മനസ്സ്. ഇത് പരിശുദ്ധാത്മാവോട്ട് ചേർന്ന് കിടക്കുന്നൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നമ്മളിൽ യോഗ്യത വരുന്നത് ഈ ദൈവം രൂപപ്പെടുത്തിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് റിന്യൂവിങ് ദ മൈൻഡ്, ഈ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. അവിടെ പറയുന്നത് അലൈനിങ് വൺസ് തോട്ട് വിത്ത് ഗോഡ്സ് വിൽ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ ദൈവത്തിൻ്റെ ആലോചനയുമായി ചേർന്ന് കിടക്കും. ദൈവത്തിൻ്റെ ആലോചനയുമായി ചേർന്ന് കിടക്കും. നമ്മൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥി, ദൈവമേ ഇങ്ങനെ ഒരു തീരുമാനം പോകണം, ചെറിയ തീരുമാനമായിക്കോട്ടെ. ഞാൻ പറയും, നിങ്ങൾ നല്ലൊരു ഇതിനകത്തിൽ ഭൂരിഭാഗം സ്ത്രീകളായതുകൊണ്ട് ഞാൻ പറയും, നല്ലൊരു ആഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് പോലും ദൈവമേ അവിടുത്തെ ഒരു ടച്ച് ഈ ആഹാരത്തിന് ഉണ്ടാകണമേ എന്ന് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഹൃദയത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നാവിൻ്റെ രുചിയേക്കാൾ ഹൃദയത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് കുടുംബത്തിൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തീരും. നാവിൻ്റെ രുചിയൊക്കെ നമ്മൾ മാറ്റി വെക്കും. എൻ്റെ വീട്ടുകാരി അവൾക്കിന്ന് വയ്യാഞ്ഞിട്ടും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നല്ലോ. അപ്പോൾ അത് ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിലും ഹൃദയത്തിൻ്റെ രുചിയുള്ളതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, രൂപാന്തരപ്പെട്ട മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണത്. അപ്പം ഇവിടെ പറഞ്ഞതാണ് ദൈവഹിതം എന്തെന്നറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് വളരെ ആവശ്യമാണ്, ദൈവഹിതം എന്തെന്നറിയാൻ. അപ്പം അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ ഹൃദയത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, മനസ്സിൻ്റെ ഹൃദയവും മനസ്സും കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് ചിന്തിക്കേണ്ട. എങ്കിലും മനസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, മനസ്സെന്ന് പറയുന്നത് ഈ ഫ്ലഷ്ലി ആയിട്ടുള്ള 4 അറകളുള്ള ഒരു ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചിന്തിക്കരുത്. അത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ ദൈവം ഉണ്ടാക്കിയ ഒരു അവയവമെന്നുള്ളത് ഹാർട്ട്. പക്ഷെ ആ ഹൃദയമല്ല ദൈവത്തിൻ്റെ ഹാർട്ട്. കർത്താവ് പറയുന്നുണ്ടല്ലോ, നുറുങ്ങിയ ഹൃദയത്തിൽ ദൈവം പ്രസാദിക്കുന്നു, അല്ലേ? തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തിൽ ദൈവം പ്രസാദിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? നമ്മുടെ ഒരു സാമാന്യ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്തോ? തകർന്നും നുറുങ്ങിയ ഹൃദയം. ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തോ അതാ ഈ തകർന്നെന്ന് തുടങ്ങിയെന്ന് പറയുന്നത്. ഇങ്ങനെ ദുഃഖം വന്നിട്ട് അങ്ങനെ നമ്മളങ്ങ് വിലപിച്ച് അങ്ങ് വല്ലാതെ വിവശമാകുന്ന അനുഭവമുണ്ടല്ലോ, അതല്ല. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ തരത്തിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ ഹൃദയത്തെ ഒന്ന് ഉടച്ച് ദൈവം മുമ്പാകെ കൊടുക്കുമ്പം ദൈവം പ്രവർത്തിക്കാൻ തക്കവണ്ണം ആ ഹൃദയത്തെ ദൈവം വേറൊരു ഹൃദയമാക്കി മാറ്റും. അതാണ്
തകർന്നു നുറുങ്ങിയ ഹൃദയത്തിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് പറയും. അതിനാണ് റിയൽ റിപ്പൻറ്റൻസ്. ഇവിടെ സൂസൻ ആൻറ്റി പറഞ്ഞത്. സോ ആ ഒരു റിപ്പൻറ്റൻസിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ദൈവമുമ്പാകെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിന് അനുരൂപമായ ഒരു ഹൃദയമായിട്ട് മാറുന്നത്. എഫേസ് ലേഖനം ഇതിനോട് ചേർന്ന് 4-ാം അധ്യായം 23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയാം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ അർത്ഥം കേട്ടോ. ഈ വാക്യമാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ, പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം ഇതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതായത് എഫേസ് ലേഖനം 4-ാം അധ്യായം 23, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, ആത്മാവിനൊരു പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ വേദോക്തപ്രകാരം നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് കൂദാശ. അതായത് മാമോദിസ എന്ന് പറഞ്ഞ കൂദാശ. ഈ പഴയ മനുഷ്യൻ്റെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ അവിടെ ധരിപ്പിക്കുന്നു, പുതിയ മനുഷ്യനെ ആക്കി തീർക്കുന്നു. അങ്ങനെ ആത്മാവിന് പുതുക്കം പ്രാപിക്കും. അതനുസരിച്ച് സത്യത്തിൻ്റെ ഫലം, അപ്പം സത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സത്യത്തിൻ്റെ ഫലമായി പിന്നെ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായിട്ട് തീരണം. അപ്പം നമ്മുടെയൊക്കെ പ്രവൃത്തിയുടെ അടിസ്ഥാനം ദൈവാനുരൂപത സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരുടെ അനുഭവം എന്ന് പറഞ്ഞത് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കണം. എപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അതിയായി ദാഹിക്കണം. 2-ാമത്തെ വാക്യം ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശു ക്രിസ്തുവെങ്കിൽ കാക്കും എന്നാണ് അവിടെ പറയുന്നത്. വിൽ ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് യുവർ മൈൻഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. നിലവുകൾ എന്ന് പറയുന്ന അവിടെ മൈൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അതായത് ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേൽ ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ, അതാണ് പറഞ്ഞത് 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. മനസ്സിലായോ? അതാണ് കർത്താവ് തന്ന സമാധാനം. നമ്മൾ ഈ ലോകത്തിൻ്റെ മെഷേഴ്സ് വെച്ചിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നു. അയ്യോ അതെങ്ങനെ ആയിത്തീരും, ഇതിങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ ഭാവി എന്തായിത്തീരും, പിള്ളേരുടെ കാര്യം എന്തായിത്തീരും, ഇതുങ്ങൾ എങ്ങോട്ട് പോകും, ഇവിടെ എത്തും, വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ അയ്യോ അവരവിടെ എത്തിയോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോകത്തിൻ്റെ മെഷേഴ്സ് വെച്ചാണ്. അതേസമയം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യത്തിൽ മുന്നേറുമ്പോൾ, അതാണ് കണ്ണുനീരോടെ വിതച്ച് കഴിയുമ്പോൾ ആർപ്പോടെ കൊയ്ത്തുണ്ടാവും. അപ്പോൾ എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഓരോ കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് തിന്മയായിട്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് തോന്നിയാലും നന്മയായിട്ട് അത് രൂപാന്തരപ്പെടും. റോമാലേഖനം 8:28 പറയുന്നതനുസരിച്ച്. അപ്പം ഗാർഡിങ് ദ മൈൻഡ്. അപ്പം ഈ സമാധാനം ഡൊമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ കാക്കുന്നത്. ഈ ദൈവസമാധാനത്തിൻ്റെ പരിപാലനത്തിലുള്ളൊരു മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവസമാധാനത്തിൻ്റെ പരിപാലനത്തിലുള്ള ഒരു മനസ്സ്. ആ മനസ്സിലാണ് ഇപ്പം തന്നെ ഈ സംഭവങ്ങളെല്ലാം ഇപ്പം നമ്മൾ നടക്കുന്ന പിന്നെ ഫാമിലി പ്രശ്നങ്ങൾ, എന്തുമാത്രം മനുഷ്യരാണ് ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പം നമ്മൾ എന്തുമാത്രം കാണുന്നു. ഓരോ കൊച്ചുങ്ങളെയൊക്കെ കല്യാണം കഴിച്ച് 2-3 മാസം കഴിയുമ്പോൾ തട്ടിക്കളയുന്നില്ല. നമ്മൾ എത്രമാത്രം ദുഷ്ടത ഈ മനസ്സിലാണ് ഈ ദുരൂഹതകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം സഹോദരങ്ങളെ. ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് ആ രീതി എടുത്തില്ലെങ്കിൽ ഇവർക്ക് ഈ പ്രതിസന്ധികളെ ഒന്നും തരണം ചെയ്യാൻ പറ്റത്തില്ല.
അതാണ് പറഞ്ഞത്, സകലത്തെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, എന്നാൽ സകല ബുദ്ധിയെയും, നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയെ ഡൊമിനേറ്റ് ചെയ്യുന്ന, എല്ലാം കവിഞ്ഞു നിൽക്കുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. കർത്താവ് തന്ന സമാധാനം സ്വീകരിച്ച് ആ സമാധാനത്തിൻ്റെ പരിപാലനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളെ, നിലവുകളെ വെക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ദൈവം നമ്മളെ നിർത്തും. ക്രിസ്തുയേശുവിൽ നമ്മളെ കാക്കും. അതാണ് രണ്ടാമത് പറഞ്ഞതാണ്, മൈൻഡ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ദ പീസ് ദാറ്റ് കംസ് ഫ്രം ഗോഡ്. എപ്പോഴും നമ്മൾ ഓർക്കണം, മനസ്സെന്ന് പറയുന്നത് എപ്പോഴും സമാധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സാണ്. സമാധാനം ഡൊമിനേറ്റ് ചെയ്യുന്ന, സമാധാനത്താൽ പരിപാലിക്കപ്പെടുന്ന ഒരു മനസ്സാണെങ്കിൽ, നമ്മൾ ഈ ഫിലിപ്പി ലേഖനത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ സഹോദരന്മാരെ സത്യമായത്, ഘനമായത്, നീതിയായത്, രമ്യമായതൊക്കെയും സൽകീർത്തിയായത്. അപ്പം പിന്നെ അവരുടെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാവോ? സത്യമായത്, ഘനമായത്, സൽകീർത്തിയായത്. അത് പൗലോസ് പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് ഒരു ഹയർ ലെവൽ ഓഫ് തോട്ട്സ് വേണം. അതിങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും അവർ ലോകമായമായി ചിന്തിച്ചുകൊണ്ട് കിടക്കും. അതുകൊണ്ട് ഈ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ തന്നെ പറയുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെ. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത്. 6-ാം വാക്യം. ഈ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാത്തൊരു മനസ്സ് ലഭിക്കുന്നത് എങ്ങനെയാ? ഈ ദൈവസമാധാനത്തിൻ്റെ പരിപാലനത്തിലുള്ള മനസ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടുന്നില്ല. എല്ലാം സ്തോത്രത്തോടെ ദൈവമുമ്പാകെ സമർപ്പിക്കുക, അത്രയാവും. അപ്പം അത് നമ്മൾ മറന്നുപോകല്ലേ. ആ ഒരു ശക്തി സമർത്ഥമായി നമ്മുടെ മേൽ വേണം. ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹാവ് സെയിം മൈൻഡ് സെറ്റ് ആസ് ക്രൈസ്റ്റ് ജീസസ്. മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? മാനസികാവസ്ഥ. ക്രിസ്തുയേശുവിൻ്റെ മാനസികാവസ്ഥ നിങ്ങളിലുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ മാനസികാവസ്ഥ എന്തോ നമ്മൾ പഠിക്കണം. അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുയേശുവിൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? എല്ലാം പിതാവിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അതികഠിനമായ ഐഹിക ലോകത്തിലെ അതികഠിനമായ പരിശോധനയിൽ നിലവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എല്ലാം പിതാവിന് കീഴ്പ്പെട്ട്, പിതാവിന് പൂർണ്ണ വിനയപ്പെട്ട്, പിതാവിനോട് പൂർണ്ണമായ ഒബീഡിയൻസിൽ, പെർഫെക്റ്റ് ഒബീഡിയൻസ് വിത്ത് ദ ലോർഡ്. അപ്പം ആ മാനസികാവസ്ഥ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ഹാവ് എ സെയിം മൈൻഡ് സെറ്റ്. അപ്പം നമ്മുടെ ഈ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം? നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ വളരെയധികം വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കണം, കർത്താവ് എന്താണ് ആ സംഭവത്തിൽ, ഈ സംഭവത്തിലായിരുന്നതിൽ കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കും? പടകിൽ കിടന്നിങ്ങനെ പടകിൻ്റെ തലപ്പത്ത് കർത്താവ് ഉറങ്ങുകയാണ്. കടൽ ക്ഷോഭിക്കുകയാണ്. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്. അദ്ദേഹം ശാന്തമായി ഇങ്ങനെ ഉറങ്ങുകയാണ്. കർത്താവ് നീ ഇത് കാണുന്നില്ലേ? കർത്താവ് ശാസിച്ചു, പടകിൽ ഞാനുണ്ടെന്ന് എന്താണെന്ന് നിങ്ങൾ ബോധ്യപ്പെടാത്തത്. അപ്പം നമ്മുടെ ഏത് പ്രതിസന്ധിയുടെയും ഒരു തലപ്പത്ത് ശാന്തനായ കർത്താവ് നമ്മുടെ ഉണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കർത്താവാണ്. അപ്പോൾ നമുക്ക് കർത്താവിനോട് പറയാൻ അതേ ഉള്ളൂ, കർത്താവേ എനിക്ക് പറ്റുന്നില്ല കർത്താവേ, ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഈ വള്ളമൊന്ന് ഈ പടകൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിപരമായിട്ടൊക്കെ ശ്രമിച്ചിട്ടൊന്നും ഈ പടക അടങ്ങുന്നില്ല, അതുപോലെ കാറ്റും കോളുമാണ്, ഈ പടക അടങ്ങുന്നില്ല കർത്താവേ, അവിടെ ഒന്ന് ശാസിക്കണമേ. സോ ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് കൈവിട്ട് പോകാതെ ഉടൻ തന്നെ മുട്ടുകുത്തി കർത്താവിനോട് പറയുക, കർത്താവേ എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ കർത്താവ്, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രവൃത്തി സാധനം. അല്ലാതെ ഈ വിജാതികൾ ചെയ്യുന്നത് പോലെ വൃഥാ ഭാഷണത്തിൽ പ്രാർത്ഥിക്കരുതെന്നൊക്കെ പറഞ്ഞു.
ഈ വിജാതിയർ ചെയ്യുന്ന പോലെ വൃഥാഭാഷണത്തിൽ നിങ്ങൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കരുത്. നമ്മൾ ഇങ്ങനെയാണ് ഈ ലോകം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മനസ്സ്, അതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാമെന്ന് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുകൊണ്ട്, ഈ മനസ്സിന് ഐക്യം വരണം എങ്ങനെയാണ്? ഞാനീ പറഞ്ഞ പോലെ ഈ നമ്മൾ 4 പേര് കൂടിയിരിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ പിശാച് നിറഞ്ഞിരിക്കുന്നു, ലോകപ്രകാരമുള്ള ചിന്തകൾക്ക് അതീതമായി വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ്. ഈ 4 പേരിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ദൈവസമാധാനത്തിന്റെ പരിപാലനത്തിലുള്ള മനസ്സ്. പിന്നെ എങ്ങനെ ഈ മനസ്സ് ഒന്നാവും? അതിനാ സഹോദരങ്ങളെ നമ്മൾ പാട്ട് പാടുന്നത്, വേദോത്സവം വായിക്കുന്നത്, നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ ഒരു ആത്മാവിൽ വരണം. അവിടെ ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മനസ്സ് രൂപപ്പെടണം, ദൈവത്തോട് ചോദിക്കാൻ രൂപപ്പെടണം. അതാണ് നിങ്ങൾ 2 പേർ പ്രാർത്ഥിക്കുമ്പോൾ ഐക്യപ്പെട്ട് ഏക മനസ്സോടെ എന്ന് പറഞ്ഞ ഏക മനസ്സോടെ, യൂണിറ്റി ഇൻ മൈൻഡ്, വൺനെസ് ഇൻ മൈൻഡ്. അതാണല്ലോ പറയുന്നത്, നിങ്ങൾ ഇന്ന് മുതൽ 2 അല്ല 1 ആണ്. യൂണിറ്റി ഇൻ മൈൻഡ്. ഈവൻ ദോ യു ആർ സ്റ്റേയിങ് ആസ് എ 2 പേഴ്സൺ, ബട്ട് യൂണിറ്റി ഇൻ മൈൻഡ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് കണ്ടെത്തണം. ഇത് നമ്മൾ വളരെ ആവശ്യമാണ്. ഇന്നിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നത്, ഇപ്പം ഭാര്യയും ഭർത്താവുകളൊക്കെ ചിലപ്പോൾ അന്യോന്യം ക്രിട്ടിസൈസ് ചെയ്യും, നീ ചെയ്ത് തെറ്റാന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോഴത്തേന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അത് കണ്ടുവേണം കുഞ്ഞുങ്ങൾ. പക്ഷെ ഇന്നിപ്പോൾ എന്താണ്, നമ്മളിപ്പം അല്പം പ്രയാസത്തോടെ ഭാര്യയോട് സംസാരിച്ചാൽ പോലും പിള്ളേർ പറഞ്ഞ അപ്പനും അമ്മയും തമ്മിൽ വഴക്കാണ്. അതാണ്. അതുകൊണ്ട് അവർ പറയുന്നത്, ഞങ്ങൾ എന്തിനാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്, വെറുതെ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യം തലയെടുത്ത് വെക്കുന്നത്. ഇന്ന് നമ്മുടെ ഒത്തിരി യങ്സ്റ്റേഴ്സിന്റെ പ്രശ്നമാണ്, നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. കാരണം എന്താണ്, അവരുടെ മനസ്സത് രൂപപ്പെടുന്നില്ല. മനസ്സ് എന്താണ്, ഈ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും സോ വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം ഇറ്റ് വിൽ ബി സെറ്റിൽഡ്. അതാണ് ദൈവത്തിന്റെ സമാധാനം ഡൊമിനേറ്റ് ചെയ്യുന്ന, ദൈവത്തിന്റെ സമാധാനത്തിന്റെ കീഴിലുള്ള മനസ്സ്. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആത്മാവിൽ നമ്മളെല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സമാധാനം, ദ മൈൻഡ് സെറ്റ് ഓഫ് ക്രൈസ്റ്റ്. 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം ഇതിനോട് ചേർന്ന് വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം 16. അവിടെ വായിക്കുന്നത്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. മാമോദിസ മുങ്ങിയ നമ്മുടെ ക്വാളിറ്റി എന്താണ്? നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 4 പേര് കൂടിയാൽ നമ്മുടെ ഒരു കോൺഗ്രിഗേഷൻ, നമ്മുടെ ഒരു ആരാധന, ഇതൊക്കെ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സിലോടാണോ നിൽക്കുന്നത്? ഇങ്ങനെ വേദോസ്തലം എഴുതി വെച്ചിരിക്കുകയെ ഞാൻ വായിച്ച 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യമാണ്, കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിന്റെ മൈൻഡ് സെറ്റ്. വാട്ട് ഈസ് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ ലോർഡ്? ഈ കർത്താവ് 3.5 വർഷം ചെയ്ത ഈ പ്രവൃത്തി, 3.5 വർഷം, നമ്മൾ 3 അല്ല 30 വർഷം കൊണ്ട് ശ്രമിച്ചാൽ ഈ പണി നടക്കൂ? കർത്താവിന് കുരിശെടുക്കാൻ പറ്റൂ? ഈ 3.5 വർഷം കൊണ്ട് അദ്ദേഹം ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തെങ്കിൽ അതിന്റെ കണ്ടൻസ് എന്തായിരുന്നു? അതെങ്ങനെയാണ് അദ്ദേഹം ഫുൾഫിൽ ചെയ്ത്? ഈ ശരീരത്തിൽ ഈ ഒരു മിഷൻ എങ്ങനെയാണ് അദ്ദേഹം ഫുൾഫിൽ ചെയ്തത്? ക്രിസ്തുവിന്റെ മനസ്സ്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിന്റെ മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് ക്രിസ്തുവിന്റെ മാനസികാവസ്ഥ എവിടെയാണ് കിടക്കുന്നറിയാമോ? അവന്റെ ജ്ഞാനവും വിവേകത്തിലുമാണ് അത് ഉൾക്കൊള്ളുന്നത്. കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്ന് പൗലോസ് പഠിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ ജ്ഞാനം, ക്രിസ്തുവിന്റെ വിവേകം. എത്ര വിവേകത്തോടാണ് കാര്യങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്തത്. വിവേകം വളരെ ആവശ്യമാണ്. ഇപ്പം പല ദുഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം മഗ്ദലക്കാരി മറിയയുമായി ബന്ധപ്പെട്ട് പല ദുഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ആ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ലോകത്തിൽ കുറേ പേര് നാടകം വായിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ ഒന്നും സംഭവിച്ചില്ല. ക്രിസ്തുവിനൊന്നും സംഭവിച്ചില്ല. ക്രിസ്തുവിന്റെ വിശുദ്ധിക്കൊന്നും സംഭവിച്ചില്ല. 6-ാം തിരുമുറം എന്നൊക്കെ പറഞ്ഞ് നാടകങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അതിനെ വിശകലമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഡാവിഞ്ചി കോഡ് എന്ന് പറഞ്ഞ പുസ്തകം വന്നിട്ടുണ്ട്. ക്രിസ്തു ആകുന്ന മൂലക്കല്ല് ഇളക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇളകിയോ?
കുറേ പേര് നോവൽ വായിച്ച് പൈസ ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ മാനസികാവസ്ഥ മുഴുവൻ നിൽക്കുന്നത് പിതാവിലുള്ള പൂർണ്ണ വിശ്വാസം, പൂർണ്ണ അനുസരണം, അതുപോലുള്ള ജ്ഞാനം, സ്വർഗത്തിൻ്റെ ജ്ഞാനം. അതുകൊണ്ട് അദ്ദേഹത്തിന് വിവേകബുദ്ധിയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം കാണിച്ചു തരാൻ പറയുമ്പോഴാണ് ചോദിക്കുക കർത്താവുണ്ട്, യോഹന്നാൻ്റെ സ്നാനം എവിടുന്ന് വന്നു? കർത്താവ് അവരുടെ ചോദ്യത്തിന് അതുപോലെ മറുപടിയൊന്നും കൊടുക്കില്ല. പലരും നമ്മളൊന്ന് ചോദിക്കുന്ന ഉടനെ നമ്മൾ കൊടുക്കേണ്ട മറുപടി ആ ചോദ്യത്തിന് മറുപടിയല്ല. കർത്താവ് തിരിച്ചാണ് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ സ്നാനം എവിടുന്ന് വന്നു? അതവർക്ക് പറയാൻ മനസ്സില്ല. എന്നാൽ നിങ്ങൾക്ക് പറയാൻ മനസ്സില്ലെങ്കിൽ എനിക്കും പറയാൻ മനസ്സില്ല. അതാണ് കർത്താവിൻ്റെ വിവേകം. നിങ്ങൾക്കത് പറയാൻ മനസ്സില്ല എങ്കിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ചൊല്ലാൻ മനസ്സില്ലാത്തവർ നമ്മോട് വന്നിട്ട് വേറെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പ്രാർത്ഥന ചൊല്ല അതിങ്ങനെ. അപ്പം നിങ്ങൾ ആ പ്രാർത്ഥന കർത്താവ് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ മനസ്സില്ലെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളുടെ ഉത്തരത്തിന് മറുപടി തരാൻ മനസ്സില്ല എന്ന് പറയാനുള്ള ധൈര്യവും വിവേകവും വേണം നമുക്ക്. കർത്താവ്